അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഫ്വാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നോക്കുക, ഇന്ന് രാവിലെ ഞാൻ അഫ്വാൻ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ റിപ്പോർട്ടർ ചാനലിൽ നിന്നും കാണാനിടയായി. ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അഫ്വാൻ ജയിലിലേക്കാണോ പോയത്, അല്ല മണാലിയിലേക്കോ ഊട്ടിയിലേക്കോ ഒരു ട്രിപ്പാണോ പോയത്. അപ്പോൾ നമുക്ക് ഏതായാലും എന്താണ് ആ വാർത്ത ഒന്ന് കേട്ട് നോക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ തെറ്റുപറ്റിയെന്ന അഫാന്റെ കുറ്റസമ്മതം. ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ മനസ്സ് തുറന്നത്. മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ആത്മഹത്യാ പ്രവണതയില്ല എന്നും അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. എന്താണ് പറയുന്നത്? നോക്കുക, പറയുകയാണ് അഫ്വാന് ഇന്നാണ് തോന്നിയത്, അതായത് 5 പേരെ കൊന്നത് ഒരു തെറ്റാണ്, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കാണണമെന്ന് ഇന്നാണ് അഫ്വാന് തോന്നിയത്. ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് ഇതൊക്കെ ന്യൂസ് ചെയ്യുന്നത്? 5 പേരെയാണ് കൊന്ന് ഈ ചങ്ങായി പോയത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം? ഒരു 3 ദിവസമോ ഇല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഇവനെ തൂക്കിക്കൊല്ലണം. പിന്നീട് പറയുകയാണ് അഫ്വാന് ഒരു പ്രശ്നവുമില്ല, അതായത് ആത്മഹത്യ ഒന്നും അഫ്വാൻ ചെയ്യൂല. ഒരൊറ്റ കാര്യം പറയുകയാണ്, ചാവുന്നെങ്കിൽ ചാവട്ടെ, ആത്മഹത്യ ചെയ്യാൻ വള്ളി വേണമെങ്കിൽ ഞാൻ മേടിച്ചു കൊടുത്തോളാം, ഗൂഗിൾ പേ നമ്പർ എനിക്ക് തന്നാൽ മതി, ഞാൻ പൈസ അയച്ചു കൊടുത്തോളാം, അങ്ങനെയെങ്കിൽ ചാവുന്നെങ്കിൽ ചാവട്ടെ. ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. സ്മൃതി, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ്. ഈ കാര്യം എന്തായാലും റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ പറഞ്ഞത് നന്നായി. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് അഫ്വാൻ ജയിലിലാണ് ഉള്ളതെന്ന്. ഞാൻ വിചാരിച്ചത് എവിടെയോ ഊട്ടിയിലോ മണാലിയിലോ എവിടെയോ ട്രിപ്പിലാണ് ഉള്ളതെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണുന്ന വീഡിയോ അഫ്വാൻ ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു സാർമാരെ ബിരിയാണി വേണം, മട്ടൻ കറി വേണം, ചിക്കൻ കറി വേണം, എല്ലാം അങ്ങ് മേടിച്ചു കൊടുക്കുകയാണ്. എന്തോ ഒരു പുണ്യകർമ്മം ചെയ്ത ഒരു വ്യക്തിയല്ലേ. ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കവേ അഫാന്റെ അടവ് നമ്മൾ കണ്ടതാണ്. ഈ ബാത്റൂമിൽ നിന്ന് ചാടുകയും താഴെ വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു. സെല്ലിലടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ താമസിച്ചുകൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ്, എന്തിനാണ് ഇവനൊക്കെ ഇത്ര രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നോക്കുക, ഇവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം, അതായത് പ്രത്യേക സംഘത്തെ അവിടെ നിയമിക്കുകയാണ്. ഇവനൊക്കെ ആത്മഹത്യ ചെയ്താൽ എന്താണ് കുഴപ്പം? ഇവനൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായാൽ ഇന്ത്യ രാജ്യത്തിനും ഈ കേരളത്തിനും എന്തെങ്കിലും നഷ്ടമുണ്ടോ? ലാഭമല്ലാതെ. ഇവർ വിചാരിച്ചത് ഇവൻ എന്തോ പുണ്യകർമ്മം ചെയ്തിട്ട് വന്ന ആളാണ്, എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്താൽ നമുക്ക് വലിയൊരു നഷ്ടം. കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ചാവുന്നെങ്കിൽ ചാവട്ടെ, 5 പേരെ കൊന്നിട്ടാണ് പോയത്, ചെറിയ പിഞ്ചോമനെ അടക്കം കൊന്നിട്ടാണ് പോയത്. ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. അല്ല, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ജയിലിലേക്ക് പോകുന്നത് ഫുഡ് കഴിക്കാനും എല്ലാവരോടും മികച്ച രീതിയിൽ സംസാരിക്കാനാണോ? നോക്കുക, ഇതൊരു ടൂർ പോയ പോലത്തെ ഒരു സ്റ്റോറിയാണ്. ആദ്യം പോകുമ്പോൾ നമുക്ക് ആ സ്ഥലത്തിന്റെ പരിചയം ഉണ്ടാവൂല, ആ ഒരു ക്ലൈമറ്റ് ശരിയാവൂല, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കൂല, ആരെയും പരിചയമില്ലാത്തത് കൊണ്ട് സംസാരിക്കൂല. ഒരു 4-5 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ പരിചയമാകുന്നതും നമുക്ക് ഫുഡൊക്കെ ക്ലൈമറ്റ് ഒക്കെ സെറ്റ് ആകുന്നതും. അപ്പോഴല്ലേ ഫുഡ് കഴിക്കുന്നത്. അതേ ഒരു സ്റ്റോറിയാണ് ഇവന്റേതും. അതായത് പറയുകയാണ്, ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാവരോടും മികച്ച രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇവനെ കൊണ്ടുപോയത്? തിന്നാൻ കൊടുത്തിട്ട് അവിടെ സംസാരിക്കാനാണോ? ശിക്ഷ കൊടുക്കണം ചങ്ങായിമാരെ. പറയുകയാണ്, 5 പേരെ കൊന്നിട്ടാണ് ഈ ചങ്ങായി പോയത്. അതായത് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവനെ തൂക്കി കൊല്ലേണ്ടതാണ്. ഇപ്പൊ പറയുകയാണ് ഇവന്റെ ജീവനെങ്ങാനും പോവാതിരിക്കാൻ വേണ്ടി അവിടെ പോലീസിനടക്കം വെച്ചിട്ടുണ്ട്. എന്തെന്നടേ. അപ്പോൾ അടുത്തതും കൂടി കേട്ട് നോക്കാം. സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊലയിലേക്ക് നയിച്ചത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന മൊഴി അടക്കം അഫാൻ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും എന്റെ പൊന്നുമോൻ അഫാൻ, നീ ചെയ്തത് എന്താണ്? മാപ്പ് പറയാനൊക്കെ
5 പേര് കൊല്ലുകയാണ്, സ്വന്തം അനിയനടക്കം ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. ഇപ്പൊ പറയുകയാണ്, ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും തമാശയൊക്കെ സംസാരിച്ച് പറയുകയാണ്, ഒന്ന് എന്റെ അച്ഛനും അമ്മയും ഒന്ന് കാണണം, എന്തോ കുറച്ച് സംസാരിക്കണം, മാപ്പൊക്കെ പറയണം. നീ എന്ത്, അതായത് ഇവന്റെ വിചാരം ഇവന്റെ വീട്ടിൽ നിന്ന് ഇവന്റെ അമ്മ വെച്ച ഒരു 500 രൂപ എന്തോ കട്ടോണ്ട് പോയതിനാണ് ഇവനെ കൊണ്ടുപോയി ജയിലിലേക്ക് ഇട്ടതെന്ന്. അതിനെ മാപ്പ് പറയാൻ വേണ്ടിയാണ് പോകുന്നത്രേ. എന്തെന്നടേ, അതായത് നല്ല രീതിയിൽ ബോധമുണ്ട് ചങ്ങായിക്ക്. ചങ്ങായിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 കർണത്തേക്ക് കിട്ടാത്തത് ഒരു കുഴപ്പമാണ്. സാർമാർ ബിരിയാണിയും മട്ടൻ കറിയും ചിക്കൻ കറിയും മേടിച്ച് കൊടുത്ത് ഇവനെ ഇങ്ങനെ വഷളാക്കുകയാണ്. സാർമാർ വിചാരിച്ചത് ഇവനെ കൊണ്ടുവന്നത് എന്തോ ട്രിപ്പിനാണ്, എന്തോ ടൂറിനാണെന്നാണ്. എനിക്ക് പറയാനുള്ളത്, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം, നിരന്തരം അടിക്കണം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല, അതായത് പുറത്ത് വരാനേ പാടില്ല, കൊല്ലണം, തൂക്കിക്കൊല്ലണം എന്നേ പറയുന്നത്. ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ്. എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ്. തനിക്ക് ശിക്ഷ ലഭിക്കും, തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള. എന്റെ പൊന്നു ചങ്ങായി, നിന്നെ പോലെ തന്നെയല്ലേ ഞങ്ങളും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്കുമുള്ളത്. അപ്പൊ ഞങ്ങൾ ആരെയും കിട്ടി അടിക്കാനാണ് പോകേണ്ടത്. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പണിയെടുക്കണം, പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. അല്ലാതെ കണ്ടവന്മാരെ കൊല്ലുന്നതാണോ അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? ആരാണ് നിന്നെ പഠിപ്പിച്ചത്? ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, അഫാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തനിക്ക് രക്ഷപ്പെടാനാകുമോ, അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിൽ ഉണ്ടാവുന്ന നടപടികൾ, കേസുകൾ എന്താണ്, അതിൽ ശിക്ഷ എന്താണ്? നോക്കുക, എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറെ ഇവനൊക്കെ കുട്ടീന്ന് വിളിക്കാൻ തോന്നുന്നത്? ഇവൻ ആരാണ്? മുങ്ങിക്കിടക്കുന്ന കപ്പലിൽ നിന്ന് 5-6 പേരെ രക്ഷിച്ച ചങ്ങായിയാണോ ഈ ചങ്ങായി? പൊന്നു കുഞ്ചു പിഞ്ഞിനടക്കം കൊന്നിട്ട് പോയ ചങ്ങായിന് ഇപ്പൊ പറയുകയാണ് കുട്ടി നല്ല കുട്ടിയായി. എന്തൊന്നടേ ഇത്? തൂക്കിക്കൊല്ലേണ്ട ചങ്ങായിയല്ലേ ഇവനൊക്കെ? നിങ്ങൾ ഫുഡും കൊടുത്ത് അവിടെ തമാശയൊക്കെ പറഞ്ഞ്, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവനെ പോലത്തെ കുറ്റവാളികളെ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കുന്നത്. ഈ മീഡിയാസും പോലീസും ഒക്കെ മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ കൊടുത്ത് മീഡിയയിൽ ഫുൾ ടൈം ന്യൂസ് ഒക്കെ ആക്കി ഇവനെ, അതായത് അഫ്വാൻ ഇന്ന് സംസാരിച്ചു, ഇന്ന് ഫുഡ് കഴിച്ചു, ഇങ്ങനൊക്കെ പറഞ്ഞ് ഹെഡ്ലൈനിലൊക്കെ കൊടുത്താണ് ഇവന്മാരെ മീഡിയകൾ തന്നെയാണ് വഴക്കാക്കുന്നത്. ഞാൻ പറയുകയാണ്, ഇത്തരത്തിൽ കുറ്റം ചെയ്തവരെ കൊണ്ടുപോകണം ജയിലിൽ, അതിനുശേഷം മികച്ച ശിക്ഷ കൊടുക്കണം. പിന്നെ ഇവന്മാരെ വിഷയം തന്നെ ചർച്ച ചെയ്യാൻ പാടില്ല. ഇത് കണ്ട് നാളുകളിൽ വളർന്ന കുട്ടികളെന്ന് വിചാരിക്കുന്നു, ഞാനും എൻ്റെ അമ്മയെ കൊന്നാൽ, ഞാനും എൻ്റെ പെങ്ങളെ കൊന്നാൽ എൻ്റെ പേരും ഇങ്ങനെ TV-യിൽ വരും, ഇവൻ ഫുഡ് കഴിച്ചു, മറ്റത് കഴിച്ചു, മട്ടൻ കറി കഴിച്ച വിഷയമൊക്കെ TV-യിൽ വരും, ഇങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, മീഡിയാസ് അഫ്വാനിന്റെ കേസിനെ വിടണം. ഇങ്ങനെ പറയാൻ കാരണം, അഫ്വാനിന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം, തൂക്കിക്കൊല്ലണം. അതിനുശേഷം ഈ കേസ് തന്നെ വിട്ടുകളയണം. ഇത് അഫ്വാൻ വലിയ എന്തോ ഒരു സംഭവമാണ്, അഫ്വാൻ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ ഹെഡ്ലൈൻ കൊടുക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അഫ്വാനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.